നെക്സ്റ്റ് പ്ലാൻ ഉള്ളത് ഡയറക്ഷനിലേക്ക്. കുറേ നാളായിട്ട് ഡയറക്ഷന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ വന്ന മാറ്റം കൊണ്ടാണ് അതിലോട്ട് ഇറങ്ങി തിരിക്കാതിരുന്നത്. റിയൽ ലൈഫ് തന്നെയാണ് ഇൻസ്പിറേഷൻ. ഒന്ന്, അമ്മ കടന്നുപോയ ആ പെരിമെനോപോസ് അല്ലെങ്കിൽ മെനോപോസിലേക്കുള്ള ആ യാത്ര ഒരു 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി ചോയിലേക്കാണോ പോണേ അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണോ പോണേ എന്നുള്ളൊരു ചോദ്യം. ബോഡി മൈൻഡ് കോംപ്ലക്സ് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഒരുമിച്ച് കറക്റ്റ് ആയാലേ നമുക്ക് ശരിക്കുള്ള ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ തന്നെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആദ്യം ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധതലത്തിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ബുക്കിൽ. എല്ലാം ഒരേ പ്രായത്തിൽ ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഒരു 35+ ആയിട്ടുള്ള ഒരു ലേഡി, അവരുടെ ഡയറ്റും എക്സസൈസും ബാക്കി എല്ലാവരിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ ജനറലി പേടിയിൽ ജീവിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ബിക്കോസ് പേടി ഒരു അളവ് വരെ ഓക്കെയാണ്, പക്ഷെ അത് തന്നെ നമ്മുടെ ലൈഫിന്റെ പ്രോഗ്രസ്സിന് തടസ്സമായാൽ അവിടെ വെച്ച് പേടിയെ നമ്മൾ അങ്ങോട്ട് നിയന്ത്രിക്കണം. അത് ഇത്ര മതി എന്ന് പറയുന്ന ഒരു സ്പേസ്. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ എത്ര ആധുനിക യുഗത്തിൽ ജീവിച്ചാലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ്. എന്നിരുന്നാലും സ്ത്രീകളെ മനസ്സിലാക്കാൻ, കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ കഴിയുന്നുണ്ട്. അതിന് എന്നെ ഇപ്പോൾ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ലെന ചേച്ചിയുടെ ബുക്ക്. അതുകൊണ്ട് തന്നെ ആ ബുക്കുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളും കൂടത്തിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ ലെന ചേച്ചി നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഞാൻ പറഞ്ഞ പോലെ പൊതുവെ എല്ലാവരും പറയാറുണ്ട് സ്ത്രീകളുടെ മനസ്സ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പ്രത്യേകിച്ച് 35 കഴിയുമ്പം അല്ലെങ്കിൽ 30-ന് ശേഷം എന്നൊക്കെ പറയാറുണ്ട്. കുറേ അധികം ഇൻഫർമേഷൻസ് ആണ് ഒരു ബുക്കിലൂടെ തന്നിരിക്കുന്നത്. എന്തായിരുന്നു ശരിക്കും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണെന്നറിയാം, എങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു ബുക്കാക്കി മാറ്റാൻ. എന്തായിരുന്നു അതിന്റെ കാരണം? റിയൽ ലൈഫ് തന്നെയാണ് ഇൻസ്പിറേഷൻ. ഒന്ന്, അമ്മ കടന്നുപോയ ആ പെരിമെനോപോസ് അല്ലെങ്കിൽ മെനോപോസിലേക്കുള്ള ആ യാത്ര ഒരു 10 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അമ്മയെ കണ്ടത് മുതൽ തുടങ്ങിയ ഒരു അന്വേഷണവും, ഞാൻ 43 ആയപ്പോൾ അതിൻ്റെ പെരിമെനോപോസിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ അതിനുള്ള റെമഡീസൊക്കെ തേടിയുള്ള യാത്ര, ഇതൊക്കെ തന്നെയാണ് ഈ ബുക്കിന്റെ ഇൻസ്പിറേഷൻ. ഇപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ എൻ്റെ 30കളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരിക്കും, ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും. ഇതിൻ്റെ ഒന്നും കാരണം ഒരിക്കലും ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. എൻ്റെ മൈൻഡിൽ ഇതാണ്. ചിലപ്പോൾ എൻ്റെ സങ്കടമായിരിക്കും പുറത്തു വരുന്നത്, ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ സന്തോഷമായിരിക്കും. പക്ഷെ ഇതെങ്ങനെ ഒരാളെ മനസ്സിലാക്കിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാവർക്കും സന്തോഷവും സങ്കടവും എല്ലാവർക്കും വരുന്നുണ്ട്. അതായത് എല്ലാവർക്കും, കുട്ടിക്കാലം മുതൽ ഏത് പ്രായക്കാർക്കും ഏത് ജെൻഡറിലുള്ളവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ദേഷ്യവും സങ്കടവും എല്ലാം വരും. ഇതിന് അതിനുള്ള തക്കതായ കാരണം ഇല്ലാതെ അത് വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ നമുക്കൊരു സാഹചര്യത്തിൽ, പുറമേയുള്ള സാഹചര്യത്തിൽ ഇതിനുള്ള ഒരു റിലേഷൻ ഇല്ല. അതായത് പുറത്ത് നമ്മൾ ദേഷ്യപ്പെടാൻ മാത്രമുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടാനുള്ളത് മാത്രം ഒന്നും ലൈഫിൽ സംഭവിക്കാത്തപ്പോൾ നമ്മൾ അതുപോലെ റിയാക്ട് ചെയ്താലാണ് എല്ലാവരും അതിശയിക്കുന്നത്, ഇതെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ആരെയും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. പല സമയത്തും ഇത് പുറം ലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തിനുള്ള റിയാക്ഷൻ ആയിട്ടല്ല നമ്മൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ബയോകെമിസ്ട്രി താളം തെറ്റിയിരിക്കുമ്പോഴാണ് നമ്മൾ അത്രയും ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമല്ല. നമ്മൾ സ്വയം നമ്മുടെ ബോഡിയിലുള്ള എന്താണോ ഇതിന് കാരണം എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടൂള് ഫങ്ഷണൽ മെഡിസിൻ ആണ്. നമ്മൾ പോയി കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ്സും എല്ലാം എടുക്കുമ്പോൾ നമ്മുടെ ബയോകെമിക്കൽ എന്താ പറയുക, ഒരു ഇംബാലൻസ് അവിടെ ഉണ്ട്. അത് കാരണം ആയിരിക്കണം. ബിക്കോസ് ബയോകെമിസ്ട്രി നമ്മുടെ ബ്ലഡിലെ ബേസിക് മിനറൽസും വിറ്റമിൻസിൻ്റെ ഒക്കെ
കുറവ് അല്ലെങ്കിൽ കൂടുതൽ കാരണമായിരിക്കും. അപ്പം ന്യൂറോ കെമിസ്ട്രി മാറുന്നു. അതാണ് ഇതിന്റെ ശരിക്കും ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയ. ശരിക്കും നമ്മുടെ മാറുകയാണ് എന്ന് മനസ്സിലാക്കുന്നത് ബോഡിയുടെ മാറ്റം കൊണ്ടാണോ അല്ലെങ്കിൽ മൈൻഡിന്റെ മാറ്റം കൊണ്ടാണോ? എല്ലാം ഒരുമിച്ച് മാറുകയാണല്ലോ. നമ്മുടെ ബോഡിയും മൈൻഡ് അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇതാണ് ബോഡി, ഇതാണ് മൈൻഡ്, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും ലൈഫിലില്ല. അപ്പൊ നമ്മള് ശാരീരിക വേദന ഉണ്ടെങ്കിലും മനസ്സും ഭയങ്കര പ്ലസന്റും ആഹ്ലാദത്തിലാവാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ബോഡി മൈൻഡ് കോംപ്ലെക്സ് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഒരുമിച്ച് കറക്റ്റ് ആയാലേ നമുക്ക് ശരിക്കുള്ള ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ഈസി ആദ്യം ബോഡിയിലെ കാര്യങ്ങൾ അന്വേഷിച്ച് ബോഡിയിൽ പെർഫെക്റ്റ് ഹെൽത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പക്ക ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിന് അത്രയും സൈക്കോളജിക്കൽ ഹെൽത്തും അതിന്റെ കൂടെ തന്നെ വരേണ്ടതാണ്. ഈ ബുക്ക് എഴുതിയതിന് ശേഷമേ ബുക്ക് എഴുതി കഴിയുമ്പോൾ ചേച്ചി ഒന്ന് അനലൈസ് ചെയ്യുമല്ലോ, ശരിക്കും ഏത് പോർഷൻ വന്നപ്പോഴാണ് ഈ പോർഷൻ ആളുകളിലേക്ക് നിർബന്ധമായിട്ടും എത്തണം അല്ലെങ്കിൽ ഇത് ആളുകൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് ഏത് പോർഷൻ വരാൻ? അല്ല, എഴുതിക്കൊണ്ടിരിക്കുമ്പോഴല്ല അങ്ങനെ പോർഷൻസ് ആയിട്ട്, അത് നമ്മൾ ചാപ്റ്റേഴ്സ് തിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെയാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിലെ ഓരോ സെക്ഷനും അങ്ങനെയാണ് ബുക്ക് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് ബോധവൽക്കരിക്കേണ്ട ഏരിയ ഉണ്ടല്ലോ, അതായത് സൊസൈറ്റിയിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആദ്യം ഇൻഫർമേഷൻ ആണ്. അപ്പൊ അത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധതലത്തിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബുക്കിൽ. സെക്കൻഡ് നമ്മൾ പറയുന്നത് എനർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ എനർജി ബാലൻസ് തെറ്റാതിരിക്കാൻ അത് കറക്റ്റ് ആക്കാനൊക്കെ ഉള്ള കുറെ ടോപ്പിക്സും, പിന്നെ നമ്മൾ മെന്റലി സൈക്കോളജിക്കലി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതിന്റെ കുറെ കാര്യങ്ങളും, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും, നമ്മുടെ കാഴ്ചപ്പാടുകളും, നമ്മുടെ ഓൾറെഡി സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകൾ എങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്സിൽ ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ കൂടുതലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ മനസ്സിലാക്കാം, പുരുഷന്മാർക്ക് എങ്ങനെ സ്ത്രീകളെ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാം എന്നുള്ള കുറെ ഡിസ്കഷൻസ് ഉണ്ട് ബുക്കിൽ. പിന്നെ ഉള്ളത് നമ്മുടെ ബോഡിയിൽ ആക്ച്വലി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആക്ച്വൽ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. നമ്മൾ പോയി ഫങ്ഷണൽ മെഡിസിന് പോകുന്നതാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഉറക്കം ശരിയാക്കുക, ഭക്ഷണം കറക്റ്റ് ആക്കുക, ടൈമിങ്ങും അതിൽ കഴിക്കുന്ന നമുക്ക് വേണ്ട പോഷണങ്ങളും എല്ലാം ഒരേ പ്രായത്തിൽ ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ കാലഘട്ടത്തിൽ ഒരു 35+ ആയിട്ടുള്ള ഒരു ലേഡി അവരുടെ ഡയറ്റും എക്സസൈസും ബാക്കി എല്ലാവരിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വളരെ പറ്റാവുന്ന അത്രയും സിംപ്ലിഫൈഡ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ കവർ കണ്ട സമയത്ത് ചേച്ചിയുടെ 2 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഹെയർ കട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹെയർ കട്ടൊക്കെ കട്ട് ചെയ്ത് ഒരു ടോംബോഷ് വൈബിലുള്ള ഒരു ഫോട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു മുടിയൊക്കെ വളർത്തി ഒരു സ്ത്രീ എന്ന് അങ്ങനെ സമൂഹം അങ്ങനെ പറയുമല്ലോ, മുടിയൊക്കെ വളർത്തിയല്ല അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ഇത് ശരിക്കും ലൈഫിലെ ജേണി അങ്ങനെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ലേന ചേച്ചി ഒരു പരിധിവരെ അങ്ങനെ ഒരു ടോംബോയിഷ് ടൈപ്പായിരുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷമായിരിക്കാം ഒരു മാറ്റം എന്നുള്ളത്. എങ്ങനെയാണ് ആ മാറ്റം? ആ ബുക്കിലെ കവറിൽ ഇട്ടിട്ടുള്ള 2 ഫോട്ടോസും ബുക്കിന്റെ കവറിന് വേണ്ടി എടുത്തിട്ടുള്ള ഫോട്ടോസ് അല്ലേ, എൻ്റെ റിയൽ ലൈഫിലെ 2 ഫോട്ടോസാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് ആ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിരുന്ന സമയത്ത് ഒരു 2023-24 കാലഘട്ടത്തിലൊരു ഫോട്ടോ ആണ്. നീണ്ട മുടിയുള്ള ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോ ഒരു കുറച്ച് മാസങ്ങൾ മുമ്പ് എടുത്തത്. അപ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിൽ ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെയധികം മാസ്കുലിൻ എനർജിയിൽ നിന്നും ഞാൻ വളരെ ഫെമിനൈൻ എനർജിയിലേക്ക് കല്യാണ ശേഷം മാറിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. അതിൻ്റെ കാരണം എൻ്റെ ലൈഫിലിപ്പോൾ ഈക്വൽ പാർട്ട്ണറായിട്ട് വളരെ സ്ട്രോങ് മെയിൽ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റർ ഫെമിനൈൻ
സൈഡ് ഓഫ് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇടയ്ക്ക്, അതായത് ഫസ്റ്റ് ബുക്ക് എഴുതുന്ന അല്ലെങ്കിൽ ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞതിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം സമൂഹത്തിലേക്ക് വന്നു തുടങ്ങിയത്. ആ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇത് മാജിക് മഷ്റൂം കഴിച്ചതിന്റെ എഫക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അങ്ങനെ തന്നെ ഓപ്പൺലി സംസാരിച്ചിട്ടുണ്ട്. ചേച്ചിയും കണ്ടിട്ടുണ്ടാവും. ശരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു ആൾക്കാർ. അത് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റായിട്ടാണ് ഇമ്പാക്ട് ചെയ്തത്. അങ്ങനെ പറയാൻ പറ്റില്ല. അത് ചിലവർക്ക് അത് പറഞ്ഞത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർ ഫുള്ളായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടില്ല, അവരതിൽ ഏതോ ഒരു 30 സെക്കൻഡിന്റെ റീല് കണ്ട് അതിൽ വിലയിരുത്തി അതിന്റെ ബേസിസിൽ അവർ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ഒരു വിഭാഗം ആൾക്കാർക്ക് പറ്റിയ കാര്യമാണ്. അതല്ലാതെ ബാക്കി ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് ലോങ് ഫോമാറ്റിൽ കാണുന്നവർ വളരെ ക്ലിയർ ആയിട്ട് ഇന്റർവ്യൂ കാണുകയും അതിന്ന് വളരെ നല്ല പോയിന്റ്സ് പറയുകയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, കുറെ വായിക്കുന്നതും ചിന്തിക്കുന്ന ആ വിഭാഗം ആൾക്കാരിൽ നിന്നും. എന്നാൽ പൂർണ്ണമായിട്ടും എന്നെ ഒരു സിനിമാ നടിയായിട്ട് മാത്രം കണ്ടിരുന്നവർക്ക് ഒരു ചെറിയ സഡൻ ഷോക്കായിരുന്നു. ബിക്കോസ് അതുവരെ ഞാൻ എൻ്റെ കരിയറിൽ ഒരിക്കലും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് വേറെ പല സിനിമ അല്ലാത്ത വേറെ പല ടോപ്പിക്സ്, എസ്പെഷ്യലി സ്പിരിച്വാലിറ്റിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചിലവർക്ക് അത് തെറ്റിദ്ധാരണയും കൺഫ്യൂഷനും ഒക്കെ ക്രിയേറ്റ് ആയി എന്നുള്ളത് ശരിയാണ്. അതൊരു ഇനീഷ്യൽ റിയാക്ഷൻ ആണ്. ഇപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ബുക്ക് ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, എൻ്റെ ആദ്യത്തെ ബുക്ക് ഇംഗ്ലീഷിൽ പെൻഗ്വിനിൽ നിന്നും ഓൾറെഡി 8th or 9th എഡിഷനിലേക്ക് അതിന്റെ മലയാള ട്രാൻസ്ലേഷനാണ് ദൈവത്തിന്റെ ആത്മകഥ. ഈ ബുക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇത്രയും പ്രശ്നം വന്നത്. ആദ്യം തുടക്കത്തിൽ ഭയങ്കര കോലാഹലം ഉണ്ടായത്. പക്ഷെ ഇപ്പോ 17th എഡിഷനിലാണ്, 17ാമത്തെ പതിപ്പാണ് ദൈവത്തിന്റെ ആത്മകഥ വരുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഫീഡ്ബാക്ക് ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പുസ്തകം വായിച്ച് അതിന്റെ ഒരു ക്ലിയർ ലൈഫ് ചേഞ്ചസ് അവർക്ക് വന്നതൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഇമെയിൽസും ഒക്കെയാണ് വരുന്നത്. ഞാനും ഈ ചേച്ചിയുടെ ഈ ആദ്യത്തെ ബുക്ക് ഞാൻ ഓൾറെഡി വായിച്ച ആളാണ്. രണ്ടാമത്തെ ബുക്ക് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം ഇത് വായിച്ച് തുടങ്ങുമ്പം ആസ് എ വുമൺ എനിക്കൊരു പേടിയായിരുന്നു. മീൻസ് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോണല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഒരു എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെയാണ് എന്നുള്ളത്. ഇതാണ് എൻ്റെ ഫീഡ്ബാക്ക്. ഒരു പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും ആദ്യമേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവും? അല്ല, എല്ലാവരും ഇത് തന്നെയാ പറയുന്നത്. എല്ലാവർക്കും പല പല പോയിന്റ്സ് ആണ് ബുക്കിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റിയത്. ഇങ്ങനെയുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു, ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹെൽത്ത് തന്നെ എങ്ങനെ ബെറ്റർ ആയിട്ട് ഇനി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടി ബുക്കിൽ നിന്നും. ഇങ്ങനെ കുറെ നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം യൂഷ്വലി പെരിമെനോപോസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഹെൽത്തിനെ പറ്റി അല്ലെങ്കിൽ റിലേഷൻഷിപ്സിനെ പറ്റിയൊക്കെ വളരെ ആധികാരികമായ ഡോക്ടേഴ്സ് എഴുതിയ ബുക്കുകൾ ഉണ്ടെങ്കിലും അത് സാധാരണക്കാർക്ക് വായിക്കുമ്പോൾ റിലേറ്റബിൾ ആവണമെന്നില്ല. ഒരുപാട് മെഡിക്കൽ ടേംസും ഭയങ്കര സയന്റിഫിക് ആയി പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വായിക്കാൻ എളുപ്പമായിരിക്കില്ല. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെയും സിമ്പിൾ ലാംഗ്വേജിൽ ആദ്യം ഈ ഐഡിയ ഒന്ന് എല്ലാവരിലേക്കും മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൽ കൂടുതൽ ഗവേഷണം നടത്താം, അല്ലെങ്കിൽ അവരുടെ ഓൺ ഹെൽത്തിനെ പറ്റി അവർക്ക് പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബേസിക് ക്ലാരിറ്റി സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ബിക്കോസ് എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നില്ല 35+ വിമൻസ് ഹെൽത്ത്. സ്കൂളിലൊക്കെ ആണെങ്കിലും ബയോളജി പഠിപ്പിക്കുന്നുണ്ട്, ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സൊസൈറ്റിയിലും ആരും അങ്ങനെ പറയുന്നില്ല. ആക്ച്വലി 35+ ആവുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി മാറും, ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ളത് ആരും അങ്ങനെ മിണ്ടാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും, ഓരോ സ്ത്രീയും അവരുടെ ലൈഫിലുള്ള മറ്റുള്ളവരെല്ലാവരും അവരുടെ കൂടെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക് സ്പേസിലേക്ക് പോകുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇത് നമ്മൾ പബ്ലിക്കലി പറയേണ്ട കാര്യമല്ലേ. അപ്പൊ നമുക്ക് ആർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അയ്യോ ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്ന എന്തോ പ്രശ്നമാണെന്ന്. ഒരു പ്രശ്നമില്ല ഇതില്. ഇതൊരു നാച്ചുറൽ ചേഞ്ച് ആണ്. പക്ഷെ ആ ചേഞ്ചിന്റെ ചെറിയ തുടക്കത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതെങ്ങനെ നമുക്ക് പീസ്ഫുള്ളി ആൻഡ് കംഫർട്ടബിളി എങ്ങനെ
മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട കുറച്ച് സ്റ്റെപ്സ്. അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഒരു പക്ഷേ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർ ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും വായിച്ച് ഒരു റെസ്പോൺസ് തന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ബിക്കോസ് അതിലെ ടാഗ് ലൈനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഫോർ ദ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൻ ആൻഡ് ദിയർ മെൻ എന്നാണ് ടാഗ് ലൈൻ. ബിക്കോസ് ഇതിൽ എല്ലാവർക്കും ഒരേപോലെ കൺഫ്യൂഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് അറിയില്ല അവരുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മൈൻഡ് എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു, പേഴ്സണാലിറ്റി മാറുന്നു, അവർക്കറിയില്ല. അപ്പൊ സ്ത്രീകൾക്ക് അറിയാമെങ്കിൽ പുരുഷന്മാർക്ക് ഈ ബുക്കിന്റെ ആവശ്യമില്ല. ബിക്കോസ് അവർക്ക് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഈ ടോപ്പിക് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ അത് വായിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ലെങ്കിൽ, അത്രയും ബ്രെയിൻ ഫോഗും മറവിയും മെന്റൽ പ്രഷറും ആങ്സൈറ്റിയും ഒക്കെ അതിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്കൊരു പുസ്തകം ഇരുന്ന് വായിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല, ക്ഷമയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേ അല്ല. അപ്പൊ ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ അത് വായിച്ചാൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ വൈഫിനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്സ് ഒരുപാടുണ്ട്, ചിലപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈവൻ ഒരു ബ്രദർക്ക് അവരുടെ സിസ്റ്ററെ ഹെൽപ്പ് ചെയ്യാം, അല്ലെ? ഒരു ടീനേജ് പ്രായമുള്ള ഒരു മകന് അമ്മയെ ഹെൽപ്പ് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ആൻഡ് ദിയർ മെൻ. ബിക്കോസ് നമ്മുടെ എല്ലാവരുടെ ലൈഫില് ബ്രദേഴ്സ് ആയാലും ആൺമക്കളായാലും ഹസ്ബൻഡ് ആരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഈ ബുക്കിന്റെ പലരുടെ റിയാക്ഷൻസ് ഉണ്ടാവും. ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ചേച്ചിയെ സംബന്ധിച്ചോളം ഉണ്ട്. ഒന്നും മദറുണ്ട്, കൂടുതൽ ഹസ്ബൻഡും ഉണ്ട്. ഇവർ രണ്ടുപേരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു വായിച്ചതിന് ശേഷം? എനിക്ക് തോന്നുന്നു വായിച്ചിട്ടുണ്ടാവും. വായിച്ചതിന് ശേഷമുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ, ഞാൻ എന്തിലൂടെയൊക്കെയാണ് കടന്നുപോയത് ഒറ്റയ്ക്ക്, ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ആ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും അറിയില്ല, ഈ വാക്ക് പോലും പെരിമെനോപോസ് എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. അപ്പൊ നമുക്കൊന്നും അറിയില്ല അമ്മ എന്താ ഇങ്ങനെ മാറുന്നത്, അമ്മയ്ക്ക് എന്താ ഇങ്ങനെ ദേഷ്യം വരുന്നത്, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, എന്തിനാ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ആങ്സൈറ്റിയും പാനിക്കും കൺഫ്യൂഷനും ഈ പറഞ്ഞ അതേപോലെ കുറെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങള്, മേലുവേദന, ഉറക്കമില്ലായ്മ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ അത് മനസ്സിലായതുകൊണ്ട് അമ്മയും പറഞ്ഞു എനിക്കിപ്പോ ഒരു അംഗീകാരം കിട്ടിയ പോലെ, അവാർഡ് കിട്ടിയ പോലെയാണ്. അതെ. അപ്പൊ അമ്മയ്ക്കും ഇപ്പൊ ഇത് വായിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവുന്നത്. ശരിയാ, ഞാൻ ഇതിലൂടെയൊക്കെയാണല്ലേ കടന്നുപോയത്. അപ്പം അതേപോലെ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബുക്കിന് വേണ്ടിയിട്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ കടന്നുപോയ പ്രശ്നങ്ങളിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഏത് രീതിയിലാണ് ഹെൽപ്പ് വേണ്ടേ, ആ മെയിൽ പെർസ്പെക്റ്റീവ്, ഇതില് പുരുഷന്മാരെങ്ങനെയാണ് ഇതൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നതും അതൊക്കെ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് തരാനും, പിന്നെ ബുക്കില് ലാസ്റ്റ് ചാപ്റ്റർ പ്രശാന്ത് ഏട്ടൻ എഴുതിയ ചാപ്റ്റർ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ 2 പേരും, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജേർണിയിൽ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ എല്ലാ തവണയും ഈ കല്യാണത്തിന് മുൻപ് ഒരു സിനിമ കഴിഞ്ഞ് ചേച്ചി ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ട്രാവലിന് പോയിരിക്കായിരിക്കും, അല്ലെങ്കിൽ ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ സിനിമകളുടെ ഇടവേളകളിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വേറൊരു തലത്തിലേക്ക് പഠിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹസ്ബൻഡിന്റെ ഒപ്പം എങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫീൽ ചെയ്യണം? ഇപ്പൊ ഗ്യാപ്പില്ല. ആക്ച്വലി ഞാൻ 2024 ഓഗസ്റ്റ് ടു 2025 വരെ ഓഗസ്റ്റ് വരെ 1 വർഷത്തോളം US-ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ നാസ ട്രെയിനിങ്ങിന് US-ലേക്ക് പോയത് കൊണ്ട് കൂടെ പോയതാണ്. ആ സമയത്ത് 1 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് കരിയറിൽ. ഇപ്പൊ തിരിച്ച് ഫസ്റ്റ് റിലീസ് വലതുവശത്തെ കള്ളനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചെയ്തിട്ടുള്ള പടങ്ങൾ ഇനിയുള്ള മാസങ്ങളിൽ ഓഗസ്റ്റിൽ ആദ്യം വരാൻ പോകുന്ന പടം ധനുഷ്കോടിയിലേക്ക് എന്ന് പറഞ്ഞൊരു പടമാണ്. പിന്നെ പോര് എന്ന് പറഞ്ഞ പടം വരാനുണ്ട്. നെക്സ്റ്റ് ഭൗമ എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറും പടമാണ്. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ചെയ്തു നിൽക്കുന്നത് ഓപ്പറേഷൻ ത്രാൾ. അപ്പൊ അങ്ങനെ ഈ 4 പടങ്ങൾ ഇപ്പൊ റിലീസിനുണ്ട്. അതുകൊണ്ട് സിനിമാ ജീവിതം വളരെ ആക്റ്റീവായിട്ട് തന്നെ. റിലീസ് വൈകുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നു. റിലീസസ് ഇനി ഓഗസ്റ്റ് മുതൽ ഉണ്ട് കണ്ടിന്യൂസ്ലി. കണ്ടിന്യൂസ്ലി ഇപ്പം സിനിമകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ തലത്തിലും വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ ഇതേ കരിയറിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നിങ്ങളെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ അടുത്ത 5 വർഷത്തേക്ക് എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അഭിനയത്തിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു?
എനിക്ക് അഭിനയത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഒരുപാട് കൺട്രോൾ നമ്മുടെ കയ്യിലില്ല. ബിക്കോസ് അത് ആരാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, ആരാണോ സ്ക്രിപ്റ്റ് എഴുതുന്നത്, ഇത് ഏത് മീഡിയമിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇപ്പോൾ തിയേറ്ററിന് വേണ്ടിയിട്ടാണോ ഇനി സിനിമകൾ എടുക്കുക 5 വർഷത്തിൽ, അതോ പൂർണ്ണമായിട്ടും OTT-യിലോട്ട് സിനിമകൾ പോവോ, ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആക്ടിങ് വൈസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ആക്ടിങ്ങിലും മാറ്റം വരുന്നത് മീഡിയം അനുസരിച്ചായിരിക്കും. പക്ഷെ എനിക്ക് ഇനി നെക്സ്റ്റ് പ്ലാൻ ഉള്ളത് ഡയറക്ഷനിലേക്ക്. കുറെ നാളായിട്ട് ഡയറക്ഷന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ വന്ന മാറ്റം കൊണ്ടാണ് അതിലോട്ട് ഇറങ്ങി തിരിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാളത്തിന് ഒരുപാട് അംഗീകാരം കിട്ടുന്നുണ്ട് നാഷണൽ ലെവൽ. ഐ തിങ്ക് ഇപ്പൊ ഇനി അതിന് സമയമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡയറക്ഷൻ ആയിരിക്കും. അത് സിനിമയാണോ അതോ വെബ് സീരീസിലോട്ടാണോ എന്നുള്ളത് ഒരു ഇത് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാനൊരു ക്യൂരിയോസിറ്റിയോട് ചോദിച്ചോട്ടെ, ആരായിരിക്കും അതിലൊരു ലീഡ് ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടോ? ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് അത് സിനിമയാണോ വെബ് സീരീസ് ആണോ ചെയ്യണമെന്നനുസരിച്ചിരിക്കും ആ ചോയ്സ്. ഫസ്റ്റ് ആ ചോയ്സ് ഫിക്സ് ആവണം. ഫിക്സ് ആണ്. ഇപ്പം ഓൾറെഡി പറഞ്ഞു സിനിമകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഒരുപാട് പുതിയ ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കുന്നുണ്ട്. അപ്പൊ ഈ പുതിയ ആളുകൾ വന്ന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നമ്മൾ സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞത് ഇന്റർനെറ്റും പിന്നെ സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സെലിബ്രിറ്റിയാണ്. അതെ, ഇപ്പോൾ ആർക്കും അവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, ആർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാം, ഒരു ഇൻഫ്ലുവൻസർ ആവാം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവാം എന്നുള്ളതാണ്. അപ്പൊ പണ്ട് നമ്മൾ 80s-ലോ 70s 80s 90s കണ്ടിരുന്ന ഒരു സ്റ്റാർ വേർഷിപ്പ്, സെലിബ്രിറ്റി അതില്ല. എല്ലാം കുറേ കൂടെ നോർമലായി. ഈ ഭയങ്കരമായിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ആ കാലഘട്ടത്തിൽ സമ്മാനിച്ച സൂപ്പർ സ്റ്റാർസ് 90s ഈവൻ ഏർലി 2000s വരെ ആരൊക്കെ സൂപ്പർ സ്റ്റാർസ് ആയി മാറിയോ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞു ആ കാലഘട്ടം. അവര് തന്നെയാണ് ഇപ്പോഴും സൂപ്പർ സ്റ്റാർ. അതാ കണ്ടിന്യൂ ചെയ്യുന്നു. അല്ലാതെ പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയി വരിക എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണക്കാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും അവരവരുടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചിലവർ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മളെ ഭയങ്കരമായിട്ട്, ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ അറിയാം, എക്സ്ട്രീംലി ഗുഡ് സിംഗേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര നല്ല ഡാൻസേഴ്സ്, ഭയങ്കര നല്ല ആക്ടിങ്, അങ്ങനെ എത്ര പേർക്ക് എത്ര കഴിവുണ്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും വലിയൊരു ഓപ്പണിംഗ് കിട്ടി. എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയയെ പറ്റി സംസാരിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്നിപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അടുത്ത് ഐശ്വര്യലക്ഷ്മി അവര് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ട് കരിയർ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഓരോരുത്തരുടെ കാര്യത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അതാണ്. ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ മീഡിയം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരിക്കും. ബിക്കോസ് നമ്മുടെ സിനിമകൾ വരണം, അത് ഇറങ്ങണം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ബുക്ക് എഴുതുകയോ അതിൻ്റെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണം. ആ ബുക്ക് എഴുതിയതിൻ്റെ കാരണം തന്നെ ബുക്ക് വായിക്കുന്നവർക്ക് വേണ്ടി ബുക്ക് എഴുതി, പക്ഷെ വായിക്കാത്തവർക്ക് നമുക്ക് പോഡ്കാസ്റ്റിലൂടെ ആ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് എൻ്റെ കൈൻഡ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനും സോഷ്യൽ സർവീസുമാണ്. ഞാൻ കുറെ പഠിച്ച ഒരു ടോപ്പിക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഓൺ പോഡ്കാസ്റ്റ് ചെയ്യാം, എനിക്ക് എൻ്റെ ഓൺ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരാത്ത ചോദ്യങ്ങൾ പുറത്തുനിന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് ലാസ്റ്റ് ഒരു 2 to 2.5 years ഇതുവരെയുള്ള ഇപ്പൊ ഇത് 28ാമത്തെ 29ാമത്തെ വർഷമാണ് സിനിമയിൽ. ഈ കഴിഞ്ഞ 2.5-3 വർഷത്തിലെ ഞാൻ ശരിക്കും സോഷ്യൽ മീഡിയ വഴിയാണ് കുറെ പേർക്ക് കൂടുതൽ സുപരിചിതയായത്. അവർക്ക് സിനിമയിലുള്ള ലെനെ ഇഷ്ടമാണ്, ആക്ട്രസ് എന്ന നിലയ്ക്ക് ഇഷ്ടമാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ വ്യക്തിപരമായിട്ട് എന്നെ അറിയാം. എന്റെ കാഴ്ചപ്പാടുകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ലോകത്തിനെ കാണുന്ന രീതിയൊക്കെ ഇപ്പോഴത്തെ പോഡ്കാസ്റ്റ്സും ഈ ഇന്റർവ്യൂസിലൂടെ ഒക്കെ അല്ലേ മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണ്. നമ്മുടെ ഉള്ളിലെ എക്സ്പീരിയൻസസും നമ്മൾ കണ്ട സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു വളരെ പോസിറ്റീവ് മീഡിയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയാസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന നമ്മള് use രീതി ചെയ്യുന്ന പോലെ പോലെ ഇരിക്കും ഇരിക്കും. Because എന്നുള്ളതാണ്. എന്തും അങ്ങനെയല്ലേ. ഇപ്പൊ ഭക്ഷണം നല്ലതല്ലേ, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കഴിച്ചില്ലെങ്കിൽ ഭക്ഷണത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ എല്ലാം അതുപോലെയാ. നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നു, അത് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മുടെ യൂസ് അനുസരിച്ച് നമ്മൾ മൊമെന്റ് ടു മൊമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ലൈബ്രറി പോയി ഒരു ബുക്ക് റെഫർ ചെയ്താലേ അതിന്റെ കണ്ടന്റ് കിട്ടുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഒരു സെർച്ച് അല്ലെങ്കിൽ ഒരു AI വെച്ചിട്ടുള്ള സെർച്ച് ആണെങ്കിൽ അത്രയും കൂടെ ഇൻഡെപ്ത് ആയിട്ടൊക്കെ ഇൻഫർമേഷൻ ഇങ്ങനെ ഫിംഗർ ടിപ്സിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുമ്പ് മനുഷ്യന്മാർക്ക് ലഭ്യമല്ലാത്തൊരു സർവീസ് ആണത്. ഇടയ്ക്ക് ഹസ്ബൻഡിനെ പറ്റി സംസാരിക്കുമ്പം നാസയിലാണല്ലോ, അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി ചോയിലേക്കാണോ പോണേ അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണോ പോണേ എന്നുള്ളൊരു ചോദ്യം. എന്തായാലും ഹസ്ബൻഡ് ഓൾറെഡി പോകുന്നതെന്ന് അറിയുന്നുണ്ട്. തമാശ വേ കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വേയിലല്ലാതെ ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ, ഒന്ന് പറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടോ? ഇല്ല, എനിക്ക് അതിന്റെ ഡിഫിക്കൽട്ടീസ് അറിയാം. എന്റെ ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയാം. സ്പേസ് ട്രാവൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരുപാട് പ്രഷർ താങ്ങാൻ പറ്റുന്ന, അതായത് ഫോഴ്സസ് എന്ന് പറയും അതിനെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് ആണ്. നമ്മൾ ഗ്രാവിറ്റിന്ന് വിട്ടു പോകുമ്പോൾ അത്രയും പ്രഷർ നമ്മുടെ മേലുണ്ട്, തലയിലും. ഇപ്പൊ ജസ്റ്റ് ഹൈറ്റിൽ ട്രെക്ക് ചെയ്യാൻ പോയാൽ പോലും നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയും നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടും പരിവേഷവും വരും. ഇവര് നേരിടുന്ന ഫോഴ്സസും ഫിസിക്കൽ സ്ട്രെയിനും ഒരു സാധാരണ മനുഷ്യന് അത് താങ്ങാൻ പറ്റില്ല, താങ്ങാവുന്നതിന്റെ അപ്പുറമാണ്. അപ്പൊ അതിന് വേണ്ട ഒരു മനക്കരുത്തും കരുത്തും എനിക്കില്ല. പക്ഷെ ആള് പറക്കാൻ നിൽക്കുകയാണ്. അപ്പം എങ്ങനെയാ എന്ത് സംസാരിക്കാറ് ഈ കണ്ടന്റിനെ പറ്റി നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നത്? ഏതെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചോ പോവണ്ട എന്നൊന്ന് പറയാം? ബിക്കോസ് അത് അദ്ദേഹത്തിന്റെ കോളിംഗ് അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹവും പാഷനുമാണ്. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസരവുമാണ്. അപ്പോൾ അദ്ദേഹം ഓൾറെഡി എത്രയോ വർഷങ്ങളായിട്ട് ഒരു ടെസ്റ്റ് പൈലറ്റ് ആണ്, ഫൈറ്റർ പൈലറ്റ് ആണ്. അപ്പൊ ഓൾറെഡി ആ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പൊ അവര് നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ ഒരിക്കലും അതിന് ഞാനൊരു തടസ്സമാവേണ്ട കാര്യം അല്ല. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു ഇതിന്റെ റിസ്ക്, നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോഴായിരിക്കും പേടി വരാം. ഞാൻ ജനറലി പേടിയിൽ ജീവിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. ബിക്കോസ് പേടി ഒരു അളവ് വരെ ഓക്കെയാണ്, പക്ഷെ അത് തന്നെ നമ്മുടെ ലൈഫിന്റെ പ്രോഗ്രസ്സിന് തടസ്സമായാൽ അവിടെ വെച്ച് പേടിയെ നമ്മൾ അങ്ങോട്ട് നിയന്ത്രിക്കണം. അത് ഇത്ര മതി എന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പൊ അവര് എന്താ പറയാ, പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഗഗൻയാൻ മിഷന് വേണ്ടി. അത് ഇന്ത്യയുടെ ഓൺ സ്പേസ് മിഷന്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ പലപ്പോഴും മീഡിയാസിലൂടെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, മീഡിയാസിലൂടെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ബുക്ക് ലോഞ്ചിനാണെങ്കിലും പല ഇവൻറ്റ്സിനൊക്കെ ആണെങ്കിലും വരുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു യങ് ബോയ് എത്രത്തോളം എക്സൈറ്റഡ് ആണോ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ നമ്മൾ ഇന്ത്യയിൽ ഇനി അടുത്ത് നോക്കി കാണാൻ പോകുന്ന ഒരാള് അതെങ്ങനെയാ അങ്ങനെ ആയി മാറാൻ സാധിക്കുന്നത്? ആള് വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണ്, വളരെ ഡൗൺ ടു എർത്ത് ആണ്. അതുപോലെ തന്നെ വളരെ മെച്ചോർ ആൻഡ് സ്പിരിച്വലും ആണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഈഗോയിൽ നിന്നല്ല ബിഹേവ് ചെയ്യുന്നത്. വളരെ കുട്ടികളുടെ അത്രയും കുട്ടിത്വമുള്ള ഒരു മനസ്സാണ്. വളരെ എക്സൈറ്റഡ് ആവുകയും കാര്യങ്ങൾ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, എനിക്ക് വളരെയധികം റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. ആ ലെവൽ ഓഫ് എന്താ വെച്ചാൽ ഒട്ടും ഒരു അഹങ്കാരോ ജാടയോ കാണിക്കാത്ത ഒരു സ്വഭാവമാണ്. അത് അദ്ദേഹം അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ആ കാര്യത്തിൽ. ചേച്ചി പലപ്പോഴും പറയാറുണ്ട് എനിക്കിത് വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ മാറി ഇങ്ങനെ ചിന്തിച്ചു. ശരിക്കും അതിലേക്ക് നോയിലേക്ക് എത്താൻ ബുദ്ധിമുട്ട ആൾക്കാർ ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്യാൻ എത്രത്തോളം ഇനി ട്രാവൽ ചെയ്യേണ്ടി വരും? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് നമ്മുടെ ലൈഫ് നമ്മുടെയാണ്, വേറൊരാൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് അപ്പോൾ അവര് ആർക്ക് വേണ്ടി ജീവിക്കും? എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുക, പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ എല്ലാവരുമായിട്ട് ഒരു ഹാർമണിയിൽ ജീവിച്ചു പോകണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഈ നോ പറയാത്തത്
ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ കട്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് എന്നെ ഇഷ്ടാവില്ല. ആ ഒരു പീപ്പിൾ പ്ലീസിങ്ങിൽ നിന്നാണ് അത് പറയുന്നത്. അതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാൽ അവര് നമ്മളെ ഇഷ്ടപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി യെസ് പറഞ്ഞ് നമുക്ക് നമ്മളോട് തന്നെയുള്ള മതിപ്പ് പോവും. നമുക്ക് തോന്നും എനിക്ക് എന്നേക്കാൾ വലുത് മറ്റുള്ളവരാണല്ലോ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു മടുപ്പും ദേഷ്യവും ഒരു എന്താ പറയാ സെൽഫ് റെസ്പെക്ട് പോകുന്ന ഫീലിംഗിൽ എത്തുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അപ്പൊ നമ്മളിവിടെ നോ ഓർ യെസ് അല്ല പ്രശ്നം, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ്. നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസ്. സെൽഫ് ലവ് ഒരു സെൽഫിഷ് മൂഡാണ്. അതായത് നിങ്ങള് 10-20-30 വർഷമായിട്ട് ഒരാളുടെ കൂടെ, അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സ് 10-25 വർഷമായിട്ടുള്ള ഫ്രണ്ട്സിന് എല്ലാം നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത് അവരെന്ത് പറഞ്ഞാലും അതിന് യെസ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ സെൽഫ് ലവിന്റെ കോൺസെപ്റ്റ് വരികയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും മറ്റുള്ളവർ പറയുന്ന പോലെയാണല്ലോ ചെയ്യുന്നത്, പക്ഷെ ശരിക്കും എനിക്ക് അതല്ല വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മാറാൻ പോയാൽ അവർക്കത് ഇഷ്ടപ്പെടുകയില്ലയോ? ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ അവിടെ വിലയിരുത്തേണ്ടത് എനിക്ക് എന്റെ കാര്യങ്ങളാണോ നോക്കേണ്ടത്, അതോ എനിക്ക് ആ പഴയ ഫ്രണ്ട്സ് ആണോ വലുത് എന്നേക്കാളും? അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ആ പഴയ കോണ്ടാക്ട്സും ഫ്രണ്ട്ഷിപ്സും എല്ലാം നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അത് നഷ്ടപ്പെടുന്നതിലാണോ എൻ്റെ മുന്നോട്ടുള്ള പുരോഗതി. അവിടെ ഡെഫിനറ്റ്ലി പീപ്പിൾ പ്ലീസിങ് നിർത്തുമ്പോൾ ആരെയാണോ ആ പ്ലീസ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്കത് അല്ലാണ്ടാവും. അപ്പൊ അവര് പറയും ഇത് സെൽഫിഷ്നെസ് ആണ്. പക്ഷെ അവർക്ക് അതാ പരിചയം, നിങ്ങളെ തന്നെ ബലി കൊടുക്കുന്ന ഒരു നിങ്ങളെയാണ് അവർക്ക് പരിചയം. അവിടെയാണ് പ്രോബ്ലം. ബിക്കോസ് നമുക്ക് പറ്റുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് അവരെ ഒരു കാര്യം പരിചിതമാക്കി, ഇതാണ് ഞാൻ എന്നവർ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറയണ എനിക്ക് അങ്ങനെ ആവാൻ താല്പര്യമില്ല, ഞാൻ ഇങ്ങനെ മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം ആ പഴയ നിങ്ങളെയാണ്. നിങ്ങൾ പുതിയ ആളാവുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവരത് സെൽഫിഷ്നെസ് ആണെന്ന് പറയും. അപ്പൊ നിങ്ങളാണ് വിലയിരുത്തേണ്ടത്, തിരിച്ച് പഴയ പോലെ ആവണോ അതോ ഇനി മുന്നോട്ട് ഇവരില്ലാതെ മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകണോ. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിൽ പല വളരെ വ്യക്തിപരമായ സാഹചര്യങ്ങളാണ്. ഇപ്പൊ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ലാലേട്ടൻ, സുരേഷ് ഗോപി സാറ് എല്ലാവരുടെയും കൂടെ അഭിനയിച്ചു. ഈ പറയുന്ന പോലെ പണ്ടത്തെ ഹിറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ പണ്ടത്തെ ആ മെയിൻ ആളുകളുടെ കൂടെ അഭിനയിച്ച് തീർന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയും അഭിനയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരാളുടെ ഒപ്പം, അതായിരിക്കും. അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ്. എല്ലാവരുമായിട്ടും നമുക്ക് ബ്രില്യൻ്റ് ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അതൊരു ആർട്ട് ഫോം എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ആ സീനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എത്രത്തോളം നമ്മുടെ വളരെ വെൽ നോൺ വെൽ സെലിബ്രേറ്റഡ് ആക്ടേഴ്സ് അവർ ഭയങ്കര ആ കലാരൂപത്തിൽ അവർ എക്സ്പേർട്സ് ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ഫേമസ് ആവുന്നത്. അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു സന്തോഷവും വലിയൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. അതോടൊപ്പം വളരെ പുതിയ ടാലൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ്സും നമ്മൾ ഇതുവരെ കണ്ടു പരിചയിച്ച രീതികളുമല്ല. അപ്പോൾ എനിക്ക് ആ മിക്സ് എപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ജനറലി എല്ലാവരും. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം പറയട്ടെ, എനിക്ക് സുരേഷ് ഗോപി സാറിൻ്റെ കൂടെയുള്ള ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു കോംബോ ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പം ഒരുപാട് സന്തോഷം ഞാൻ വിളിച്ചപ്പോൾ ഓടി വന്നതിൽ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക്സ് സിമി. ഞാൻ വരാൻ കാരണം സിമി ചെയ്യുന്ന ഹോംവർക്ക് കാരണം തന്നെയാണ്. ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു പോഡ്കാസ്റ്റിന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡെപ്തും ഈ പറയുന്ന ഒരു സിംപ്ലിസിറ്റിയും പിന്നെ വർഷങ്ങളായിട്ട് മേഖലയിലുള്ള ആളായതുകൊണ്ടാണ് അടിച്ചു വന്നത്.